10ാമത്തെ വാക്യം. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ. നമുക്ക് കണ്ണുകളെ അടക്കാം. ആരാധ്യനെ നന്ദിയോടുകൂടെ സ്തോത്രത്തോടുകൂടെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ത്തുന്നു. ഉപവാസത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾ നിന്റെ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ കർത്താവെ ഞങ്ങളോട് വെളിപ്പെടുത്തുവാനുള്ള ആത്മീയ ദൂത് വെളിപ്പെടുത്തി അത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് മന്നയായി മാറുവാൻ ഈ ദേശത്ത് മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ അതൊരു ആത്മീയ വിശാലതയ്ക്ക് മുഖാന്തരമായി തീരുവാൻ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ തലമുറകളിൽ അതൊരു ആത്മീയ ഉണർവിന് മുഖാന്തരമായി തീരുവാൻ, ദൈവ രാജ്യത്തിന്റെ അതിരുകൾ വിശാലമാക്കുവാൻ അപ്പാ നിന്റെ മഹത്വം ഇന്ന് വെളിപ്പെടുമാറാക്കണം. ഇന്ന് ഭാരത്തോടുകൂടെ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ തന്റെ ഭാരങ്ങൾ പുത്രന്റെ നാമത്തിൽ വിട്ടൊഴിഞ്ഞ ദിനമായി ഇന്നത് മാറുവാൻ സ്വർഗമിടയാക്കണം. നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ കർത്താവേ വിടുതൽ ലഭിക്കാതെ ഭാരപ്പെടുന്ന ചില ജീവിതങ്ങളുടെ മേൽ ഇന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ച ദിനമാണ്. ഉപവാസത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ അല്ലാതെ ഈ ജാതി വിട്ടുപോവുകയില്ല എന്ന് സ്വർഗം വിളിച്ചു പറയുമ്പോൾ അത് സ്തോത്രം നടന്ന് എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ദിനമെന്ന് ഇന്ന് ചിലർ വിളിച്ചു പറയുവാൻ കഴിയുന്ന നിലയിൽ കർത്താവേ ദൈവസഭയുടെ അതിരുകൾ വിശാലമാക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ ദൈവത്തിന്റെ മഹത്വം ഇത് വ്യാപരിക്കുമാറാകണം. വചനത്തിന്റെ മർമ്മങ്ങൾ ദർശനാത്മാവിൽ വെളിപ്പാടിന്റെ നിറവിൽ സ്വർഗം വെളിപ്പെടുത്തുമാറാകണം. ഒരു ദുഷ്ടശക്തി അതിന്മേൽ ജയമെടുപ്പാൻ അവിടെ അനുവദിക്കരുത്. അപ്പൻ തന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കൈമാറുവാൻ ദൈവഹിതമല്ലാത്ത ഒരു വാക്ക് പോലും പുറത്തു വരുവാൻ സ്വർഗം ഇടയാക്കരുത്. അപ്പന്റെ കരങ്ങളിലടിയെ താഴ്ത്തി ഏൽപ്പിക്കുന്ന പ്രിയനെ സർവവും ഞങ്ങൾക്കായി ജീവൻ വെച്ച നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പുത്രൻ വഴിയായ നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട ദൈവത്തെ കരമുയർത്തി മഹത്വപ്പെടുത്താം. പ്രിയമുള്ളവരെ, ഇന്ന് ടെക്നോളജി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആധുനിക ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ലോകത്തിന്റെ ഒരു കോണിലിരുന്നു കൊണ്ട് ലോകത്തെ നിയന്ത്രിക്കുന്ന ബുദ്ധി